സ്കൈ ബ്ലൂ തീമിൽ ഒരു 2 kg കേക്ക് വേണം. അത് ഫ്ലേവർ ഏത് വേണമെങ്കിലും ഡിസൈനും എല്ലാം നമുക്ക് വിട്ടാന്നൊരു കേക്കാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്ട്രോബെറി കേക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ സ്ട്രോബെറി കേക്ക് 2 kg ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 6.5 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് 7 ഇഞ്ചിലോ 8 ഇഞ്ചിലോ ഒക്കെ നമുക്ക് ചെയ്യാം. ഞാൻ അത്യാവശ്യം ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ കേക്കിൻ്റെ ഫ്ലോറ് അരിച്ച് മാറ്റി വെക്കാൻ പോവാണ്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാത്ത റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ വാനില സ്പഞ്ചിൻ്റെ, അതായത് ബേസിക് വാനില സ്പഞ്ചിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് ഒരു ബേക്കിംഗ് ക്ലാസ് പോലെ ഇട്ടിട്ടുണ്ട്. അതിലെല്ലാം ടു സെറ്റ് ഒരു സ്പഞ്ച് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ചെയ്ത് നോക്കിയവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടി. ബേക്കിംഗ് ലൈഫിൽ തന്നെ കുറേ വർഷങ്ങളായിട്ട് ബേക്ക് ചെയ്തിട്ടും ഈ ഒരു റെസിപ്പി ചെയ്ത സമയത്ത് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. ബേക്കിംഗ് ലൈഫേ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നല്ല കമൻസ് വന്ന വീഡിയോ ആണ് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ചാനലിൽ വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ 2 കിലോ കേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 കപ്പ് മൈദ മേൽഭാഗം തട്ടിക്കളഞ്ഞിട്ട് എടുത്തതിന് ശേഷം 3 തവണ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 കിലോന് 3/4 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ സാധാരണ ചേർക്കാം. അതുകൊണ്ട് 2 കിലോന് 2 തവണ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതേപോലെ 1 കിലോന് 4 കോഴിമുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ 2 കിലോന് 8 കോഴിമുട്ട എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. ഈ എഗ് വൈറ്റും എഗ് യോക്കൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ് ഒക്കെ നമ്മൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് ഇതിൽ പറയാത്തത്. ആ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഹാൻഡ് ബീറ്ററിൽ വെച്ചിട്ടാട്ടോ, സാധാരണ ബീറ്റർ വെച്ചിട്ടാണ്. പിന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റും എല്ലാം. അതൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം ഇത് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് എഗ് വൈറ്റ് നന്നായിട്ട് പതഞ്ഞ് ക്രീമി ടെക്സ്ചർ ആയതിന് ശേഷമാണ് കേട്ടോ. അത് ചേർത്ത് അതിന് ശേഷം നമ്മൾ 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തു. ഇനി നമുക്ക് സ്ട്രോബെറി കേക്കാണല്ലോ, ഒന്നുകിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചതുപോലുള്ള മിക്സോ അല്ലെങ്കിൽ ക്രഷോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ക്രഷ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ പാല് ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ എത്രയാണോ പാലെടുക്കുന്നത് അതിൻ്റെ പകുതി അളവിൽ ക്രഷ് എടുത്തതിന് ശേഷം പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ജസ്റ്റ് എസൻസ് ഒഴിച്ചു കൊടുത്താൽ മതി. എസൻസ് ഞാനിപ്പോൾ 2 ടീസ്പൂണിൻ്റെ ആ ഒരു അളവിലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കിലോന് 1 ടീസ്പൂണാണ് എസൻസ് ചേർക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് ബീറ്റായി വന്നാൽ നമ്മൾ മുട്ടയുടെ മഞ്ഞ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞ എഗ് വൈറ്റിൽ ചേർന്ന് പോയാൽ എടുക്കാനുള്ള എളുപ്പ വഴിയൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുട്ടയുടെ മഞ്ഞ നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തു, അതും കഴിഞ്ഞു. ഇനി നമ്മൾ 4 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ ആണെങ്കിൽ 1 കിലോ ആണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ അളവുകളും പകുതിയാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് മിൽക്ക് എസൻസും കൂടെ ചേർക്കാം. ചുമ്മാ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തു. 1/4 കപ്പ് എന്ന് വെച്ചാൽ 4 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒരു വട്ടച്ചെമ്പ് എടുത്ത് വെച്ചതിന് ശേഷം പ്രീഹീറ്റ് ചെയ്യാം. ഫുൾ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല വലിപ്പവും കട്ടിയൊക്കെ ഉള്ള ചെമ്പ് തന്നെ എടുക്കുക. ഇതുപോലെ ഒരു തട്ടിട്ട് കൊടുക്കുക. കേക്ക് ടിൻ അതിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചാൽ ചുറ്റിലും ഇതുപോലെ സ്പേസ് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓവനിലുള്ള അതേപോലെ തന്നെ ആ ഒരു ടെമ്പറേച്ചർ എല്ലാ ഭാഗത്തും മേൽഭാഗത്തടക്കം നല്ല രീതിക്ക് ഒരുപോലെ ഈവനായിട്ട് കിട്ടും. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓവനിലാണ്. ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ താഴത്തെ കോയിൽ മാത്രം ഓണാക്കിയിട്ട് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിന് ശേഷമാണ് എപ്പോഴും മിക്സ് ചെയ്യാൻ നിൽക്കാറ്. അതായത് ഓവനോ അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിലോ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇതുപോലെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. പൊടി ചേർക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ വിസ്ക് പിടിക്കേണ്ടത്, അല്ലെങ്കിൽ സ്പാച്ചുല ആണെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യണം, എന്നിട്ട് എങ്ങനെ മിക്സ് ചെയ്യണം, മിക്സ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് നമ്മൾ മൈദ ഇടുമ്പം ഇതെവിടെ വെക്കണം, അതായത് ഈ സ്പാച്ചുല അല്ലെങ്കിൽ വിസ്ക് എവിടെ വെക്കണം, എങ്ങനെ എല്ലാം ടു സെറ്റ് നമ്മൾ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അത് കണ്ടു നോക്കൂ. ഇനി നമ്മളിതാ കുറേശ്ശെ ഈ ഫ്ലോറ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടല്ലോ, നമുക്കിന്ന് ഇന്നത്തെ ദിവസം തന്നെ ഇനിയും വേറെ കേക്ക് ചെയ്യാനുണ്ട്.
അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സ്പീഡാക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് അങ്ങനെ ഒരു വ്ളോഗ് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഓർഡർ വരുന്ന സമയത്ത് അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കാരണം വ്ളോഗ് അധികം ചെയ്യാൻ എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഇനി നമ്മൾ താഴത്തൊരു തുണി വിരിച്ചതിന് ശേഷം അതിൽ രണ്ടിലോട്ടും ബാറ്റർ ഒന്ന് പകുതി ആക്കി ഒഴിച്ചിട്ട് ഒരു 30 തവണ ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓവനിലോട്ട് കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഓവനിൽ നമ്മൾ വെച്ചതിന് ശേഷം 160 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത്. പക്ഷേ ഇത് 6.5 ഇഞ്ചിൽ കുറച്ച് ഹൈറ്റിലാണ്, അതുകൊണ്ടാണ് ബട്ടർ പേപ്പർ അത്രയും ഹൈറ്റിൽ ഇട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് വേവുന്നത്. അതായത് വീതി കൂടിയ പാത്രത്തിലാണെങ്കിൽ നമുക്ക് പകുതി സമയം മതി, പക്ഷേ ഹൈറ്റ് ഉള്ളത് കൊണ്ടാണ് കുറച്ചും കൂടെ സമയം ആവശ്യം വന്നു കേട്ടോ. ഒരു 10 മിനിറ്റും കൂടെ ഞാൻ വീണ്ടും ബേക്ക് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 45 മിനിറ്റ് ബേക്ക് ചെയ്തു. ഈ മേലെ കാണുന്നത് നമുക്ക് അടുത്ത ബാച്ച് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ബേക്ക് ആവുന്ന അതേ സമയത്ത് തന്നെ വേഗം പാത്രമൊക്കെ കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെക്കും കേട്ടോ. അങ്ങനെയാണ് പാത്രങ്ങളൊക്കെ ഉണക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് വീണ്ടും കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കുന്ന സമയത്ത് ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല, ബേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു മേൽഭാഗത്ത് ഇങ്ങനെ കോയിലിൻ്റെ ആ ഒരു ചൂട് വന്ന സ്ഥലത്താണ് കേട്ടോ ആ ഡാർക്ക് കളർ കാണുന്നത്. കാരണം ഹൈറ്റ് അത്രയ്ക്കും അധികം കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണേ. ഇനി നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അതിനെ റിമൂവ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നതെന്നുള്ളതും അതെങ്ങനെ ഐസിങ് ചെയ്യണം എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ഈ ഒരു വീഡിയോയിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഐസിങ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതും നമുക്ക് ഒരുപാട് നല്ല, അതായത് നമ്മൾ ഇതുവരെ ഇതുപോലെ ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് കമൻറ്റ് വന്നത്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ അതും മനസ്സിലാവും എങ്ങനെ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും എന്തെല്ലാം ശ്രദ്ധിച്ചിട്ട് ചെയ്യാമെന്നൊക്കെയുള്ള കുറച്ച് ടിപ്സും എന്താ പറയുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് സ്പഞ്ച്, നമ്മൾ 8 ലെയറാണ് നമുക്ക് സ്പഞ്ച് കട്ട് ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് സിറപ്പാണ്. അതിൻ്റെ പ്രൊപ്പോർഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. വെള്ളം ചേർക്കാതെ പാല് കാച്ചിയതിന് ശേഷം അതിനകത്തോട്ട് മധുരം നോക്കിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. അല്ലാണ്ട് ഇത്ര കറക്റ്റ് അളവ് മിൽക്ക് മെയ്ഡ് ഇത്ര പാല് അങ്ങനെ ഞാൻ എടുക്കാറില്ല കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് സ്ട്രോബെറീൻ്റെ എസൻസ്, ഒരു 2 ഡ്രോപ്പ് സ്ട്രോബെറി എസൻസും കൂടെ ചേർത്തിട്ടാണ് മിൽക്ക് സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു കേക്കിന് 8 ലെയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡും അതിൻ്റെ മുകളിൽ കുറച്ച് സ്ട്രോബെറി ക്രഷും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും. ഇതാണ് നമ്മൾ ടോട്ടൽ ഫില്ലിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ 8ാമത്തെ ലെയറും നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് കേക്ക് മെല്ലെ ആടാനും ഊഞ്ഞാലാടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് കൂടിയത് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി കൊടുത്തു. അപ്പോൾ അത് പോരാന്ന് തോന്നിയപ്പോൾ വീണ്ടും ഞാനൊരു പ്ലാസ്റ്റിക് ടവൽ എടുത്തിട്ട് ആ ബാംബൂ സ്റ്റിക്കിനെ നടുവിൽ കയറി പോകുന്ന രീതിയിൽ അവിടെ തന്നെ അങ്ങോട്ട് കുത്തി ഇറക്കി കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ഏറ്റവും മേലെ ക്രീം ഇടുമ്പം കുറച്ചധികം ക്രീം ഇടണേ. ഇത് ക്രീം ഇടുന്ന സമയത്ത് നമ്മൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം അല്ല ഫൈനൽ കോട്ട് ചെയ്യുന്നത്, രണ്ടും കൂടെ ഒരുമിച്ചാണ് എപ്പോഴും ചെയ്യാറ്. അല്ലാതെ എങ്ങനെ ക്രം കോട്ട് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പം എന്തോ ഒരു ഇഷ്ടക്കേടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നോക്കുന്ന സമയത്ത് ക്രീം തീർന്നു പോയി കേട്ടോ. ഇത് ചെയ്യുന്നതിന് മുന്നേ മനസ്സിലായിട്ടുണ്ട് ക്രീം എന്തായാലും ഫൈനൽ കോട്ടിന് കംപ്ലീറ്റ് ആയിട്ട് തികയൂല എന്നുള്ളത്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ അത് നല്ല സ്വഭാവമാണോ ചീത്ത സ്വഭാവമാണോ എന്ന് എനിക്കറിയില്ല. ഇതെന്തായാലും തികയൂല എന്ന് അറിഞ്ഞിട്ടും വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചെയ്തങ്ങ് പോയി. ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനെ എടുത്തിട്ട് ആ ഒരു ക്രീമിൻ്റെ മുകളിൽ സ്പാച്ചുല തൊട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി ബബിൾസോ റഫായിട്ട് ഇങ്ങനെ വരിക ചെയ്യുക. പക്ഷേ എന്നിട്ട് ഞാനത് എന്ത് ചിന്തിച്ചിട്ടാണെന്നറിയില്ല കേട്ടോ, ഞാനത് അങ്ങനെ തന്നെ ചെയ്തു. ഉള്ള ക്രീം വെച്ചിട്ട് മേൽഭാഗത്ത് നിന്ന് താഴോട്ട് എത്തുന്നിടത്തറ്റ വരെ എത്തട്ടെ വിചാരിച്ചിട്ട് ഫിനിഷ് ചെയ്ത് അങ്ങോട്ട് എടുത്തു.
ഷാർപ്പ് എഡ്ജൊക്കെ ആക്കി എടുത്ത് വെച്ചതിന് ശേഷം ഏറ്റവും താഴെ ഒരു 2-3 ലെയർ നമുക്ക് ക്രീം ഇല്ല കേട്ടോ. അങ്ങനെ നമ്മളത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ട് അപ്പം തന്നെ ആ ഒരു പാത്രമില്ലേ, വിപ്പിംഗ് ക്രീം എടുത്ത പാത്രത്തിൽ കഴുകുകയോ തുടയ്ക്കുകയോ ഒന്നും ചെയ്യാതെ വീണ്ടും വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടൊന്ന് ക്രീം ബീറ്റ് ചെയ്തെടുത്തു. അതിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അപ്പം തോന്നിയതാണ് കേട്ടോ, സ്കൈ ബ്ലൂ, കുറച്ച് ബ്ലൂ കളറ്, റോയൽ ബ്ലൂ, മാസ്റ്റർ ഷെഫിൻ്റെ ആണ് തോന്നുന്നു, ജെൽ കളറ് ഒരു കുറച്ച് ഡ്രോപ്പ് ഊറ്റിച്ചതിന് ശേഷം ബീറ്റ് ചെയ്തു. ഈ ഒരു നീല കളറിൽ കിട്ടി. അത് ഞാൻ ചെയ്യുമ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഇനി ഞാനത് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ലെവലാക്കിയിട്ട് സ്ക്രാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച വെള്ള വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ പാടുകൾ വരും, അതിങ്ങനെ പൊളിഞ്ഞ് വരും, ഒരു ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ അതിനെ ടച്ച് ചെയ്യാതെ സ്ക്രാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രൊജക്ഷൻ കൊടുക്കാം. ഈ നീല ക്രീമിന് കുറച്ച് പ്രൊജക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോൾട്ട് ലൈൻ ഡിസൈനും ആവും. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കി കേട്ടോ ക്രീമെല്ലാം. അപ്പോൾ പിന്നെ ഈ വൈറ്റിനെ ഞാൻ ടച്ച് ചെയ്തിട്ടേ ഇല്ല, അതിനൊരു കുഴപ്പവും വന്നിട്ടുമില്ല. അങ്ങനെ പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒന്ന് ഒരു നീല കളർ കൂടുതൽ കൊടുത്തിട്ട് വീണ്ടും ഞാൻ ആ ക്രീമിലേക്ക് ഒരു ഡ്രോപ്പ് നീല ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ആദ്യം കൊടുത്തതിൻ്റെ മുകളിൽ വീണ്ടും ഒരു സെക്കൻഡ് ലെയർ ഫോൾട്ട് ലൈൻ കൊടുത്തു. അതിനുശേഷം ഗോൾഡൻ ഡ്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ബോട്ടിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത്, അല്ലെങ്കിൽ നമ്മളെ അടുത്ത് ഗോൾഡൻ ഡസ്റ്റ് ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരിലോ ഇവാപ്പറെക്സിലോ എന്തിലെങ്കിലും മിക്സ് ചെയ്തിട്ട് ബ്രഷ് കൊണ്ട് തേച്ച് കൊടുത്താൽ മതിയേ. ഞാനിത് ഇതുപോലെ തന്നെ ഡയറക്റ്റ് ട്യൂബിൽ തന്നെ എടുത്തു കൊടുത്തു. വിട്ട ഭാഗം പൂരിപ്പിക്കുന്ന പോലെ ബ്രഷ് എടുത്തിട്ട് ടച്ച് ചെയ്ത് കൊടുത്തു, ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോഴും എനിക്കൊരു തൃപ്തി പോരാ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഗോൾഡൻ ലീഫ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് കയ്യിലുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് ബാക്കിയുള്ള ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് താഴത്തെ ഏറ്റവും താഴത്തെ കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള ബ്ലൂ ഇല്ലേ, അതിൻ്റെ ഫോൾട്ട് ലൈനിന് ഇതുപോലെ ആ ഒരു ഗോൾഡൻ ലീവ്സ് ചെറുതാക്കി മുറിച്ചതിന് ശേഷം ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇപ്പോൾ തൽക്കാലം തലയിൽ ഉദിച്ചിട്ടുള്ള ഒരു ഡിസൈന്. അപ്പോൾ അത് അവിടെ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഫ്രീ ആയപ്പോൾ വീണ്ടും വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുപ്പും പിന്നെ ആ ഒരു ബാക്കിയുള്ള ഡെക്കറേഷനും ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഫോട്ടോ എടുക്കാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലും ഒരു മൂടിയോ എന്തെങ്കിലും അടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കേക്ക് മേലെ വെക്കുക. ആ ഒരു പൊങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു ഭംഗി തോന്നും എനിക്ക്. അപ്പോൾ ഗ്രൂം ടു ബി ആണല്ലോ, 35 രൂപയുടെ ഒരു ടോപ്പർ എടുത്തിട്ട് വെച്ച് കൊടുത്തു. പിന്നെ ഹാർട്ട് ഷേപ്പ് ഫോക്സ് ബോളൊക്കെ എടുത്ത് കൊണ്ടുവന്നുണ്ട്, വേണമെങ്കിൽ വെക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു ഹാർട്ട്, 2 ഹാർട്ട്, അങ്ങനെ 2 ഹാർട്ടും വെച്ച് കൊടുത്തു. ഇത്രയും മതി, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ബാക്കി ബിഹൈൻഡ് ദ സീനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ക്യാമറേൻ്റെ സ്റ്റാൻഡ് വെച്ച സ്ഥലം കണ്ടോ, വാട്ടർ സിങ്കിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ഫോട്ടോ സൂപ്പറായാൽ പോരെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ അയച്ചു കൊടുത്ത സമയത്ത് ആൾ പറഞ്ഞു ഇതിൻ്റെ മേലെ ഗ്രൂം ടു ബി എഴുതിയ സ്ഥലത്തും കൂടെ കുറച്ചൊരു നീല ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ പോലെ ചെയ്തു കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ നിങ്ങളെ അഭിപ്രായങ്ങൾ കേൾക്കുക, നമ്മൾ തമ്മിൽ സംസാരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ കമൻറ്റിൽ കാണാം കേട്ടോ.